ജനകീയ നേതാവായിരുന്ന കെ.എം. മാണിയുടെ പ്രതിമ പാലയിലെ കൊട്ടാരമറ്റത്ത് അനാച്ഛാദനം ചെയ്തു. കെ.എം. മാണിയുടെ പുഞ്ചിരിക്കുന്ന പ്രതിമ പാലയുടെ കാരുണ്യമുഖമായി എന്നും നിലകൊള്ളുമെന്ന് മകൻ ജോസ് കെ മാണി പറഞ്ഞു. പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാൻ കെ.എം. മാണിയുടെ ഭാര്യ കുട്ടിയമ്മയും ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയും എത്തിയിരുന്നു. അത്രമേൽ സ്നേഹത്തിന്റെ ഉജ്ജ്വല പ്രതീകമായിരുന്നു തന്റെ കുടുംബത്തിനും പാലായിലെ ഓരോ വ്യക്തികൾക്കും കെ.എം. മാണി എന്ന ജനനേതാവെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ പൊതുവേദിയിൽ പരിഹസിച്ചു. എന്നെ എത്ര വേണമെങ്കിലും പുലഭ്യം പറഞ്ഞുകൊള്ളൂ, വ്യക്തിഹത്യ നടത്തിക്കൊള്ളൂ, പക്ഷേ ഞാനൊരിക്കലും അതേ നാണയത്തിൽ മറുപടി പറയില്ലെന്ന് ജോസ് കെ മാണി ഓർമ്മിപ്പിച്ചു. കെ.എം. മാണി എന്ന തന്റെ അച്ചാച്ചൻ തനിക്ക് പകർന്നു തന്നൊരു സംസ്കാരവും മൂല്യവുമുണ്ട്. അത് വിട്ട ഒരു വാക്കും ആർക്കെതിരെയും പറയില്ല. കെ.എം. മാണിയുടെ പ്രതിമ അനാച്ഛാദന വേദിയിൽ ആമുഖ പ്രസംഗം നടത്തുകയാണ് മകൻ ജോസ് കെ മാണി വികാരാധീനനായത്. സാന്നിധ്യം കൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു യോഗത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. മണിസാറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഈ ചടങ്ങ് വളരെ വൈകാരികമായ മുഹൂർത്തമാണ്. വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുവാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ പ്രതിമ, ഈ നാട്, ഈ മണ്ണ്, ഇവിടെയുള്ള ജനങ്ങൾക്ക് മണിസാറിനുള്ള സ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ്, ഈ യോഗം, ഈ നിമിഷം ഒരുപാട് പ്രിയപ്പെട്ടതും പ്രത്യേകതയുള്ളതുമാണ്. പാലയിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ തനിക്കെതിരെയുള്ള പരിഹാസം കേട്ട ദൃശ്യമാധ്യമ പ്രവർത്തകർ മറുപടി ആവശ്യപ്പെട്ടു. അവരോടൊക്കെ താൻ പറഞ്ഞത് പാലയുടെ സംസ്കാരം അതല്ല, താൻ ഇതിന് അതേ രീതിയിൽ ഒരിക്കലും മറുപടി പറയില്ല എന്നാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര വൈകാരികമായ മുഹൂർത്തത്തിലാണ് ഈ വേളയെന്നും ജോസ് കെ മാണി പറഞ്ഞു. എന്തായാലും കെ.എം. മാണിയുടെ പ്രതിമ പാലയുടെ അഭിമാനമായി തന്നെ നിലകൊള്ളുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.